ഗുരുവായൂർ അമ്പലത്തിൽ ദർശനം നടത്തിയിട്ടുള്ള ഒട്ടുമിക്ക വിശ്വാസികളുടെയും ഉള്ളിൽ പതിഞ്ഞിട്ടുള്ള ഒരു ദൈവിക സ്വരൂപമാണ് തെക്കേ ഗോപുരനടയ്ക്കരികത്തായി സ്ഥിതി ചെയ്യുന്ന മരപ്രഭു. വിശ്വാസത്തിനും മുകളിലാണ് ഭക്തി എന്ന ഐതിഹ്യ പെരുമയുമായി തെക്കേ ഗോപുരനടയ്ക്കരികത്തായുള്ള ശ്രീവത്സൻ ഗസ്റ്റ് ഹൗസിന് സമീപം സ്ഥിതി ചെയ്യുന്ന മരപ്രഭുവിനെ കുറിച്ച് കൂടുതലായി അറിയാം. മരപ്രഭു എന്നാൽ വൃക്ഷങ്ങളുടെ അധിപൻ എന്നർത്ഥം. ശ്രീ വിഷ്ണു സഹസ്രനാമവുമായി ബന്ധപ്പെട്ട സങ്കല്പത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞ ഈ കളിമൺ ശില്പചാതുര്യം ഏകദേശം 54 അടി അഥവാ 16 മീറ്ററോളം ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. വിഗ്രഹങ്ങൾക്ക് തുല്യമായ പ്രാധാന്യത്തോടെ ശില്പവിദഗ്ധനായ ആലുവ രാമചന്ദ്രന്റെയും മുഖ്യശില്പി കൃഷ്ണൻ പാലൂരിന്റെയും നേതൃത്വത്തിൽ 1000-ഓളം വരുന്ന ആളുകൾ 3 മാസത്തോളം ചെലവിട്ടാണ് ലോകത്തെ തന്നെ വലിയ ഈ കളിമൺ ശില്പം നിർമ്മിച്ചിരിക്കുന്നത്. മരപ്രഭുവിന്റെ കളിമൺ പ്രതിഷ്ഠയ്ക്ക് സമീപത്തായി ഗജരത്നം ഗുരുവായൂർ കേശവന്റെ മനോഹരമായ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നു. മരപ്രഭു എന്ന ദൈവിക സങ്കല്പത്തിന് പിന്നിലെ ഐതിഹ്യം ഇപ്രകാരമാണ്. ഒരിക്കൽ ഭക്തകവിയായിരുന്ന പൂന്താനം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ശ്രീ വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പത്മനാഭോ മരപ്രഭു എന്നുള്ളത് പത്മനാഭോ മരപ്രഭു എന്ന് ഉച്ചരിക്കുകയുണ്ടായി. ഇത് കേട്ട് സദസ്സിലുണ്ടായിരുന്ന പണ്ഡിതശ്രേഷ്ഠനായ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് പൂന്താനത്തെ വളരെയധികം കളിയാക്കുകയും മരപ്രഭുവല്ല അമരപ്രഭുവാണെന്ന് ഗർവോടെ തിരുത്തുകയും ചെയ്തു. ഇതെല്ലാം കേട്ട് സാധുവായ പൂന്താനം വളരെയധികം വിഷമിച്ചു നിൽക്കുമ്പോൾ പൊടുന്നനെ ശ്രീകോവിലിൽ നിന്നും അപ്പോൾ മരപ്രഭു ആരാണ്? മരപ്രഭുവും അമരപ്രഭുവും സർവപ്രഭുവും ഞാൻ തന്നെയെന്ന് അശരീരി ഉണ്ടായി. തൂണിലും തുരുമ്പിലും കുടികൊള്ളുന്ന ഈശ്വര ചൈതന്യത്തിന്റെ അദ്വൈത ഭാവം തന്നെയാണ് മരപ്രഭുവിലൂടെയും വെളിവാക്കപ്പെടുന്നത്. മരപ്രഭുവുമായി ബന്ധപ്പെട്ട ഐതിഹ്യം ഇവിടെ ശിലാഫലകങ്ങളിൽ കൊത്തിവച്ചിരിക്കുന്നു. വലിയൊരു ആൽമരത്തിന്റെ രൂപഭാവത്തിൽ പൂജയോ നിവേദ്യമോ ഇല്ലാതെ പ്രകൃതിയിൽ സമന്വയിച്ച വൃക്ഷദേവ സ്വരൂപമായി അഥവാ വനവിഷ്ണുവായി മരപ്രഭു ഇവിടെ സങ്കല്പിക്കപ്പെടുന്നു. വിഗ്രഹ പ്രാധാന്യത്തോടെ നിർമ്മിച്ചിട്ടുള്ള ഈ ശില്പത്തിനെ കുറിച്ചുള്ള അതിപ്രധാനമായ ചില വിവരണങ്ങൾ ഇവിടെയുള്ള ശിലാഫലകങ്ങളിൽ കൊത്തിവച്ചിട്ടുണ്ട്. അതിശക്തമായ പ്രസരണശേഷിയുള്ളതും വലിയ സഹസ്രയോഗ വിധിപ്രകാരം ശാസ്ത്രീയമായി തയ്യാറാക്കിയിട്ടുള്ളതുമായ അത്യപൂർവ കൃതങ്ങൾ കനകപ്രഭാ മണ്ഡലത്തിൽ നിറച്ചിരിക്കുന്നു. ഇവിടെ സന്ദർശിക്കുന്ന ജനങ്ങൾക്കു ഓജസ്സും ശക്തിയും സമാധാനവും ലഭിക്കുന്നതിനു വേണ്ടിയുള്ള ഈ കർമ്മത്തിന് മേൽനോട്ടം വഹിച്ചിട്ടുള്ളത് മഹായോഗി ശ്രീമദ് ബാലകൃഷ്ണ യോഗിനാഥാണ്. ഇതിനെക്കുറിച്ചുള്ള വിവരണങ്ങൾ ഇവിടെയുള്ള ഫലകങ്ങളിൽ കാണാം. ചില അപൂർവമായ രൂപഘടനയോടുകൂടിയ കൊത്തുപണികൾ ഇതിൽ കാണാം. ജന്തുജാലങ്ങളുടെയും പുരാണ ലിഖിതങ്ങളുടെയും ലിപികൾ ഇതിൽ കൊത്തിവച്ചിട്ടുണ്ടത്രേ. പത്മനാഭോമര പ്രഭുവിന്റെ ശിരോമകുടത്തിൽ പുണ്യ കൈലാസ ജല തീർത്ഥവും ശില്പാന്തർ ഭാഗത്ത് സാളഗ്രാമം അത്യപൂർവമായ ചന്ദ്രകാന്ത കല്ലുകൾ, ഔഷധ ചെടിക്കൂട്ടുകൾ, രഹസ്യ സ്വഭാവമുള്ള സിദ്ധ ഔഷധങ്ങൾ എന്നിവ വിധിപ്രകാരം ഉള്ളടക്കം ചെയ്തതായി പറയപ്പെടുന്നു. മരപ്രഭുവിന്റെ ശില്പപ്രതിഷ്ഠയ്ക്ക് സമീപത്തായി മറ്റൊരു വലിയ ആൽമരം പടർന്നു നിൽക്കുന്നതും കാണാം. മരപ്രഭുവിൽ നിന്നും പ്രസരിക്കുന്ന ദിവ്യമായ ദൈവിക ബോധത്തെയും ഊർജത്തെയും സ്വീകരിച്ചുകൊണ്ട് ഇതിനു ചുറ്റും പ്രദക്ഷിണം ചെയ്യുക എന്നത് തന്നെയാണ് ഇവിടത്തെ ഏറ്റവും വലിയ ആരാധന. രോഗദുരിത ശമനത്തിനും പാപമുക്തിക്കും ഐശ്വര്യവർദ്ധനവിനുമായി മരപ്രഭുവിന് ചുറ്റും വിശ്വാസികൾ പ്രദക്ഷിണം ചെയ്യുന്നു. മരപ്രഭുവിന് മുന്നിലുള്ള ഗുരുവായൂർ കേശവന്റെ വലിയ പ്രതിമയ്ക്ക് ചുറ്റും അതിമനോഹരമായ ചുമർ ചിത്രകലകൾ കാണാം. നിലമ്പൂർ കോവിലത്തു നിന്നും 15-ാം വയസ്സിൽ ഗുരുവായൂരിൽ വഴിപാടായി നടക്കിയിരുത്തിയ ഗുരുവായൂർ കേശവൻ വളരുംതോറും ഗജലക്ഷണങ്ങളെല്ലാം ഒത്തിണങ്ങിയ എല്ലാ പ്രധാന ഉത്സവങ്ങളിലും ശീവേലികളിലും ഏകാദശികളിലുമെല്ലാം ഗുരുവായൂരപ്പന്റെ തിടമ്പേറ്റാൻ ഭാഗ്യം സിദ്ധിച്ച ഗജശ്രേഷ്ഠൻ. ആർക്കും ഒരു ഉപദ്രവവും ഉണ്ടാക്കാത്ത ഒട്ടുമിക്ക എല്ലാ ക്ഷേത്രങ്ങളിലെയും ഉത്സവത്തിന് പ്രധാന ആകർഷണമായിരുന്ന ഗുരുവായൂർ കേശവന് ദേവസ്വം ഗജരാജപ്പട്ടം നൽകി ആദരിച്ചു. നീണ്ട 55 വർഷത്തോളം ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഒരു അംഗത്തെ പോലെ ജീവിച്ച ഗുരുവായൂർ കേശവന്റെ അന്ത്യം 1976 നവംബർ 30 ഒരു ഏകാദശി ദിവസം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വച്ച് തന്നെയായിരുന്നു. ഗുരുവായൂർ കേശവന്റെ ഓർമ്മകളിലൂടെയുള്ള ചുവർ ചിത്രങ്ങൾ ഇവിടെ കാണാം. ഇതിന് പുറകിലായി സ്ഥാപിച്ചിരിക്കുന്ന ചതുർബാഹുവായ ശ്രീ മഹാവിഷ്ണുവിന്റെ വിഗ്രഹം അതിമനോഹരമാണ്. ഇതിനോടൊപ്പം പക്ഷിശ്രേഷ്ഠനായ വിഷ്ണുവാഹനനായ ഗരുഡനെയും കാണാം.
ശ്രീവത്സം ഗസ്റ്റ് ഹൌസിന്റെ വലതുഭാഗത്തായി മറ്റൊരു ഗജശ്രേഷ്ഠന്റെ പ്രതിമ കൂടി കാണാം. ഗുരുവായൂർ പത്മനാഭൻ. ഗുരുവായൂർ കേശവന്റെ പിൻഗാമിയായ ദേവസ്പർശവും ശാന്തശീലവും ഒത്തിണങ്ങിയ ഗജശ്രേഷ്ഠൻ. കേശവനെ പോലെ നിലമ്പൂർക്കാട്ടിൽ ജനിച്ച പത്മനാഭൻ നീണ്ട 66 വർഷം ഗുരുവായൂരപ്പന്റെ തിടമ്പേറ്റി. 2002 ഗജരത്ന പട്ടവും 2009 ഗജചക്രവർത്തി പട്ടവും ലഭിച്ച ഗുരുവായൂർ പത്മനാഭന്റെ ഓർമ്മയ്ക്കായി 12 അടിയോളം ഉയരത്തിൽ ഇവിടെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നു. ഗുരുവായൂർ മരപ്രഭുവിനെ കുറിച്ചും ഗജവീരന്മാരെ കുറിച്ചുമുള്ള ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റുകളിലൂടെ അറിയിക്കുക. ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.